ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി പുറപ്പാട് പുസ്തകം 32 7 വാക്യം. പുറപ്പാട് 32:7. അപ്പോൾ യഹോവ മോശയോട്, നീ ഇറങ്ങിച്ചെല്ലുക, നീ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്ത എന്ന് പറയുന്നത് അന്യ ആരാധനയാൽ വഷളാകുന്ന ജനം. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ദൈവം സീനായ് മലയിൽ ഒരഗ്നിയിൽ വ്യാപരിച്ച് ഇറങ്ങി വരുമ്പോൾ ആ മലയിലേക്ക് മോശ കയറി ചെന്നിരുന്നു. അങ്ങനെ ദൈവം മോശയോട് സംസാരിക്കുകയും കൽപ്പനകളൊക്കെയും മോശയ്ക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ സമയങ്ങളിൽ പർവ്വതത്തിന് താഴെ ജനങ്ങൾ മോശയെ കാണാതായപ്പോൾ ജനങ്ങൾ തങ്ങളെ തന്നെ തങ്ങളുടെ ദൈവത്തെ മറന്ന് ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അവർ അതിനെ ആരാധിക്കുകയും അതിന് യാഗം കഴിക്കുകയും ചെയ്ത് അവർ വഷളായി. അവർ അന്യാരാധന രൂപപ്പെടുത്തി. ഇങ്ങനെ ജനം വഷളായി. ഇവിടെയാണ് നമുക്ക് ഇത് കാണുവാൻ സാധിക്കുന്നത്. അന്യാരാധനയാൽ വഷളാകുന്ന ജനത്തെയാണ് ഇന്നത്തെ നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത്. സത്യദൈവത്തെ മറന്ന് അന്യ ദൈവത്തെ ആരാധിക്കുന്ന ഇസ്രായേൽ ജനങ്ങളെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ദൈവം തന്നെ ആരാധിക്കുന്നവരെ അനുഗ്രഹിക്കും. അവർക്ക് ഏത് പ്രതികൂലത്തിലൂടെ അവർ കടന്നുപോയാലും ഈ സത്യദൈവത്തെ തന്നെ ആരാധിക്കണം. കാരണം ഈ സത്യദൈവമാണ് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവം. ഈ ദൈവമാണ് ഇസ്രായേൽ മക്കളെ മിസ്രയീമി അടിമത്തത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത്. എന്നാൽ ദൈവം സീനായ് മലയിൽ മോശയോട് സംസാരിക്കുന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ സമയത്ത്, ജനങ്ങൾ ഈ ദൈവത്തെ മറന്നുപോയി. മോശയെ കാണാതായപ്പോൾ ഈ ജനത്തെ അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഈ ജനം മോശയെ കാണാതെ ആയപ്പോൾ അവർ ഒരു പുതിയ ബിംബമുണ്ടാക്കി. തങ്ങളുടെ സ്വർണങ്ങൾ കൊണ്ട് ഒരു പുതിയ ബിംബമുണ്ടാക്കി, ഒരു കാളക്കുട്ടി. അങ്ങനെ അവർ ദൈവത്തിന്റെ ആ സ്ഥാനം ഒരു വിഗ്രഹത്തിന് കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ദൈവം പറയുന്നൊരു കാര്യമുണ്ട് കൽപ്പനകളിൽ, ഞാനല്ലാതെ വേറൊരു ദൈവവും നിനക്കുണ്ടാകരുത്. ഈ ദൈവത്തെ അറിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സത്യദൈവത്തെ ആരാധിക്കണം. ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിലും സത്യദൈവത്തെ ആരാധിക്കണം. തങ്ങൾക്ക് ഒരു വിടുതൽ വരാതെ ഇരുന്നപ്പോൾ, അല്ലെങ്കിൽ മോശയെ കാണാതെ ഇരുന്നപ്പോൾ, അവർ ദൈവത്തിൽ നിന്ന് വഴിമാറി പുതിയ ഒരു അന്യ വിഗ്രഹത്തെ ഉണ്ടാക്കി. ആ സത്യദൈവത്തെ മറന്നുകളഞ്ഞു. ജീവിതത്തിന്റെ ഏത് പ്രതികൂലത്തിലും സത്യദൈവത്തെ മറക്കരുത്. ദൈവത്തിന്റെ കോപം ഇവിടെ ജ്വലിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തെ മറന്ന് അവർ അന്യാരാധന തുടങ്ങിയപ്പോൾ ദൈവകോപം ജ്വലിച്ചു. ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, മോശ പിന്നീട് ദൈവത്തോട് അപേക്ഷിച്ചതുകൊണ്ട് ദൈവം അവരെ ദഹിപ്പിച്ചില്ല. എന്നാൽ ദൈവം കോപാകുലനായിട്ട് അവിടെ മോശയോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അന്യ ദൈവത്തെ സേവിക്കരുത് എന്നുള്ളൊരു വലിയ സന്ദേശമാണ് നമ്മൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവം ആരാണോ അവനാണ് അഖിലാണ്ടത്തിന്റെ ഉടയവൻ എന്ന് പറയുന്നത്. ആ ദൈവത്തെ മാത്രമേ സേവിക്കാവൂ എന്നുള്ളത് വലിയ സന്ദേശമാണ് നമുക്ക് ഇവിടെ കാണുന്നത്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. കർത്താവായ യേശു ക്രിസ്തു പറയുന്നൊരു കാര്യമാണ്. അവന്റെ രാജ്യം എന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ്. ആ രാജ്യത്തെക്കുറിച്ചും ആ സത്യദൈവത്തെക്കുറിച്ചും നമ്മൾ ആദ്യം അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം നമ്മളോടൊപ്പം കടന്നു വരും. അപ്പോൾ സത്യദൈവം സ്വർഗത്തിലാണ്. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഞാനല്ലാതെ വേറൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. അന്യ ദൈവങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്?
പല രീതിയിൽ അന്യദൈവം ഉണ്ടാകും. ദൈവം എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും വലിയ ആശ്രയമാണ്. നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ നേരിടേണ്ടി വന്നാലും ദൈവമാണ് നമ്മളെ വിടുവിക്കുന്നത്. ഈ ദൈവമാണ് നമ്മളെ ശക്തീകരിക്കുന്നത്. അതുകൊണ്ട് ദൈവം എന്നാൽ നമ്മൾ ആശ്രയിക്കുന്ന ഏറ്റവും വലിയ ശക്തിയാണ്. നമുക്ക് ഇവിടെ കാണുക, ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്ക് ഉണ്ടാകരുതെന്ന് പറയുന്നത്. അന്യ ദൈവത്തെ നമ്മൾ സേവിക്കരുത്. അന്യ ദൈവം ഉണ്ടാകുന്നത് നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു, അതൊരു അന്യ ദൈവത്തിന്റെ സ്ഥാനമായി മാറും. സത്യ ദൈവത്തെ അവർ മറന്നു. മോശ സീനായി മലയിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിച്ചപ്പോൾ അവർ ആ ദൈവത്തിന്റെ സ്ഥാനം ഒരു കാളക്കുട്ടിക്കാക്കി കൊടുത്തു, ഒരു സ്വർണ്ണ കാളക്കുട്ടിക്ക്. അപ്പോൾ ദൈവത്തിന്റെ സ്ഥാനം മാറ്റി അതിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തു. അതിനെ വണങ്ങുവാനും അതിനെ ആരാധിക്കുവാനും അതിന് യാഗം കഴിക്കുവാനും തുടങ്ങിയപ്പോൾ അതിന് പ്രാധാന്യമായി കൊടുത്തു. അപ്പോൾ അവർക്ക് ഒരു പുതിയ ഒരു ദൈവത്തെ അവർ തന്നെ സൃഷ്ടിക്കുകയാണ്. അങ്ങനെ ദൈവത്തെ പുതിയത് സൃഷ്ടിക്കാൻ കഴിയുകയില്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നമ്മൾ എന്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അത് നമ്മളുടെ ഒരു ദൈവികമായ ഒരു അവസ്ഥയായി മാറും. അതുകൊണ്ടാണ് ദൈവത്തിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കണമെന്ന് പറയുന്നത്. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കണം. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്, എന്നേക്കാൾ അപ്പനെയോ നിലങ്ങളെയോ അല്ലെങ്കിൽ വസ്തുവകയോ മറ്റെന്തിനെങ്കിലും സ്നേഹിക്കുന്നവർ എനിക്കുള്ളവരല്ല. അപ്പോൾ ദൈവത്തെക്കാൾ മറ്റുള്ള ഒന്നിനെയും നമ്മൾ ഏറ്റവും അധികമായി സ്നേഹിക്കരുത്. ദൈവമായിരിക്കണം ഒന്നാം സ്ഥാനം. നമ്മൾ മറ്റൊരു കാര്യത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നു എങ്കിൽ അത് നമ്മളുടെ ഒരു അന്യ ദൈവമായി മാറും. ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് എന്നേക്കാൾ അധികമായി മറ്റൊന്നിനെയും നിങ്ങൾ സ്നേഹിക്കരുത് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ യേശുക്രിസ്തു പറയുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ടു, രക്തം ചിന്തി, അതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്തിരുന്നു. ആ രക്തം നമ്മുടെ പാപത്തിന് പരിഹാരമാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ആ ക്രിസ്തുവിൽ കൂടെയുള്ള ആ പിതാവായ ദൈവം. ആ പിതാവിനെ അറിയുന്നത് യേശു ക്രിസ്തു എന്ന് പറയുന്ന രക്ഷകനിൽ കൂടെയാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് കർത്താവ് പറയാനുള്ള കാരണം താൻ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി മറുവിലയായി മാറി. അതുകൊണ്ട് ആ യേശുക്രിസ്തുവിൽ കൂടെയാണ് പിതാവിൽ എത്തുന്നത്. യേശുവിനാണ് ഒന്നാമത്തെ പ്രയോറിറ്റി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളുടെ ആരാധന എന്ന് പറയുന്നത് സത്യ ദൈവത്തിലേക്കാവും. അപ്പോൾ നമുക്ക് വേറൊരു ദൈവവും ഉണ്ടാകുന്നില്ല. ഇന്നത്തെ നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത്, മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുവാൻ താമസിച്ചപ്പോൾ അവർക്ക് മറ്റൊരു ദൈവത്തിന് പ്രാധാന്യം, അല്ലെങ്കിൽ അവരുടെ ദൈവത്തെ വേറൊരു കാളക്കുട്ടിയോട് ഉപമിച്ചു കളഞ്ഞു, അതിന് പ്രാധാന്യമാക്കി കഴിഞ്ഞു. അങ്ങനെ അന്യബിംബങ്ങളും അന്യ ദൈവവും അവര് വാർത്തുണ്ടാക്കി. അതുകൊണ്ട് ദൈവകോപം അവരുടെ മേൽ ജ്വലിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ കോപം ജ്വലിക്കുന്നത് എന്തുകൊണ്ടാണ്? സത്യദൈവത്തെ മറന്ന് അന്യാരാധനയിലേക്ക് മാറുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അന്യാരാധന എന്ന് പറയുന്നത് ദൈവത്തെ കോപിപ്പിക്കുന്നതാണ്. അന്യ ദൈവങ്ങളെ ആരാധിക്കരുത് എന്നുള്ളൊരു വലിയ സന്ദേശമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, സത്യദൈവം എന്ന് പറയുന്ന ആരാണ്? ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ ആരാണോ അവനാണ് സത്യദൈവം. ആ സത്യദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുക. അത് യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ആ രക്തത്താലൂടെ നമ്മളുടെ പാപങ്ങളെ കഴുകിക്കളയുമ്പോൾ ആ പിതാവിലേക്കുള്ള പ്രവേശനം ലഭിക്കുമ്പോൾ, ആ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ആ പിതാവിലേക്കുള്ള ആ പ്രവേശനം, ആ പിതാവായ ദൈവമാണ് സത്യദൈവം. അവനാണ് ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചത്, സ്വർഗത്തെയും സകലത്തെയും സൃഷ്ടിച്ച ദൈവം. അതുകൊണ്ട് ആരാധിപ്പാൻ യോഗ്യൻ എന്ന് പറയുന്നത് ആ ദൈവമാണ്. തന്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടെ യേശു ആരാധിപ്പാൻ യോഗ്യൻ. കാരണം അവൻ നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, രക്തം ചീന്തി നമ്മളുടെ പാപങ്ങൾക്ക് മറുവിലിയായി മാറി. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു അന്യദൈവം ഉണ്ടാകുന്നത്? നമുക്ക് എന്തിനാണ് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്? അതാണ് അന്യദൈവത്തിലേക്കുള്ള വഴിത്തിരിവ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ
ഒന്നാം സ്ഥാനം നമ്മൾ ദൈവത്തിനായിരിക്കും കൊടുക്കേണ്ടത്. മറ്റെന്തിന് കൊടുത്താലും അതൊരു വേറൊരു അന്യാരാധനയിലേക്ക് മാറും. അതുകൊണ്ടാണ് യേശു പറയും, എന്നേക്കാൾ മറ്റൊന്നിനെയും സ്നേഹിക്കരുത്. അങ്ങനെ മറ്റൊന്നിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എങ്കിൽ നമുക്ക് മറ്റൊരു ദൈവം രൂപപ്പെടും. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഒന്നാം സ്ഥാനം നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുക്കുമ്പോൾ ആ സത്യദൈവമായ പിതാവിനെ നമുക്ക് അറിയുവാൻ കഴിയും. അങ്ങനെ സത്യാരാധന നമ്മളിൽ വെളിപ്പെടും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ആ മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ എല്ലാം നമുക്ക് തന്നെ വന്നു ചേരും. അതുകൊണ്ട് ഇന്നത്തെ നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത്, അന്യ ദൈവങ്ങൾ നമുക്കുണ്ടാകരുത്, ഞാനല്ലാതെ വേറൊരു ദൈവവും നിനക്കുണ്ടാകരുത് എന്നുള്ളൊരു വലിയ സന്ദേശമാണ് ഇന്നത്തെ നമ്മുടെ അധ്യായത്തിൽ നിന്നും കാണുന്നത്. ദൈവം മോശയോട് പറയുന്നത്, നീ താഴേക്ക് ഇറങ്ങിച്ചെല്ലുക, ജനങ്ങൾ വഷളായിരിക്കുന്നു, അവർ മറ്റൊരു കാളക്കുട്ടിയെ വാർത്തു കളഞ്ഞു. ദൈവത്തിന്റെ സ്ഥാനം ഒരു കാളക്കുട്ടിക്കാക്കി കളഞ്ഞു. അങ്ങനെ അവർ അന്യ ദൈവത്തെ ഉണ്ടാക്കി. ദൈവകോപം അവിടെ വെളിപ്പെട്ടു. അന്യാരാധന നമുക്ക് ഉണ്ടാകരുത്. അതുകൊണ്ട് ഇന്നത്തെ നമ്മളുടെ ചിന്തയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതുകൊണ്ട് ആ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് നമ്മൾ അവനെ മാത്രം ആരാധിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു അന്യ ദൈവവുമില്ല. അവനായിരിക്കും നമ്മുടെ ഒന്നാമത്തെ പ്രയോറിറ്റി, നമ്മുടെ ഒന്നാമത്തെ ജീവിതത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരന്യ ദൈവവും നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, ആ സത്യദൈവമായ ആ പിതാവായ ദൈവത്തെ ക്രിസ്തു വഴി നമ്മൾ ആരാധിക്കണം, ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അന്യ ദൈവങ്ങൾ നമുക്കുണ്ടാകരുത് എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് നമുക്ക് വലിയൊരു സന്ദേശമായി ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.